കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 4, 14 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ ഗലീലയിലേക്ക് മടങ്ങിപ്പോയി. അവൻ്റെ കീർത്തി സമീപ പ്രദേശങ്ങളിലെങ്ങും വ്യാപിച്ചു. അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. എല്ലാവരും അവനെ പുകഴ്ത്തി. യേശു താൻ വളർന്ന സ്ഥലമായ നസ്രത്തിൽ വന്നു. പതിവ് പോലെ ഒരു സാബത്ത് ദിവസം അവൻ അവരുടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് നൽകപ്പെട്ടു. പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അവൻ കണ്ടു: കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും, അന്ധർക്ക് കാഴ്ചയും, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും, കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. പുസ്തകം അടച്ച് ശുശ്രൂഷകനെ ഏൽപ്പിച്ച ശേഷം അവൻ ഇരുന്നു. സിനഗോഗിൽ ഉണ്ടായിരുന്ന എല്ലാവരും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അവൻ അവരോട് പറയാൻ തുടങ്ങി: നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. എല്ലാവരും അവനെപ്പറ്റി പ്രശംസിച്ചു പറയുകയും അവൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ട കൃപാവചസ് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, പ്രത്യക്ഷീകരണ തിരുനാൾ തുടങ്ങി നമ്മൾ ആരാണ് യേശു എന്ന് ലോകത്തിന് വെളിപ്പെട്ട് കിട്ടിയതിനെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട വചനഭാഗങ്ങൾ, സുവിശേഷ ഭാഗങ്ങളൊക്കെയാണ് ഈ ദിവസങ്ങളിൽ നമുക്ക് ലഭിക്കുക. ഇന്നത്തെ സുവിശേഷ ഭാഗത്തും നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്ന അതാണ്: ആരാണ് യേശു, എന്തിനാണ് അവൻ വന്നത്. ഈ കാര്യം മനസ്സിലാക്കി ജീവിക്കാൻ നമുക്ക് പറ്റണം. ചില കാര്യങ്ങൾ അതിൻ്റെ ഒരു ഓർഡർ അനുസരിച്ച് പറഞ്ഞിരിക്കുന്നത് നമ്മൾ കണ്ടു. ദരിദ്രർക്ക് സുവിശേഷം നൽകാൻ വന്നവനാണ് യേശു ക്രിസ്തു. ബന്ധിതർക്ക് മോചനം നൽകാൻ വന്നവനാണ് യേശു ക്രിസ്തു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അന്ധരുടെ കാഴ്ചയും രോഗികളുടെ സൗഖ്യവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ യേശുവിനെ കൂടെ സമീപിക്കാറുള്ളത് ഒരു സുവിശേഷത്തിലൂടെ രക്ഷ പ്രാപിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണോ? ഏതെങ്കിലും വിധത്തിലുള്ള ബന്ധനങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം മോചനം കിട്ടി സ്വാതന്ത്ര്യം, പരിശുദ്ധാത്മാവിലുള്ള സ്വാതന്ത്ര്യം എനിക്ക് അനുഭവിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണോ കൂടുതൽ സമീപിക്കാറുള്ളത്? അതോ നമുക്കൊരു രോഗം വന്നാൽ ആഞ്ഞ് പ്രാർത്ഥിച്ച് എങ്ങനെയെങ്കിലും അതിനകത്തുനിന്ന് മോചനം കിട്ടാനായിട്ട് പരിശ്രമിക്കും. ചില ജീവിത പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അതെല്ലാം ഒന്ന് മറികടക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നമ്മൾ നടത്തും. പക്ഷേ യേശു, ഇന്നത്തെ സുവിശേഷവാദം നമ്മൾ കാണുന്നത് വചനം മാംസമായവൻ വചനം പ്രഘോഷിക്കുന്ന ആ ഒരു രംഗമാണ്. വചനം മാംസമായ യേശു ക്രിസ്തു വചനം വായിക്കുന്നു. പഴയ നിയമത്തിൽ പറയപ്പെട്ടിരുന്ന ആ ഒരു കാര്യം വായിക്കുന്ന യേശുവിനെ നമുക്ക് കാണാൻ പറ്റും. ഇനി അതിൻ്റെ ഉള്ളടക്കമാണ് യേശു വന്നതിൻ്റെ ലക്ഷ്യം. ഒന്നാമത്തെ ലക്ഷ്യം നമ്മുടെ രക്ഷ. അതിന് നമ്മൾ സുവിശേഷം അറിയണം, സുവിശേഷം ഏറ്റെടുക്കണം. സുവിശേഷം നമ്മൾ വെറുതെ കേട്ടുപോയാൽ പോരാ, അത് ഏറ്റെടുത്ത് ജീവിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ രക്ഷ പ്രാപിക്കുക. അല്ലാത്തവരുടെ അവസ്ഥ യാക്കോബ് ശ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്. 1-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വചനം: നിങ്ങൾ വചനം കേൾക്കുക മാത്രമാണോ, ആത്മവഞ്ചകരാകും. സത്യം നിങ്ങളിൽ ഉണ്ടാകത്തില്ല, രക്ഷ നിങ്ങൾ അനുഭവിക്കത്തില്ല. കേൾക്കുന്ന വചനം ജീവിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരായിട്ട് മാറണം. അപ്പോഴാണ് നിങ്ങൾ ക്രിസ്തു ശിഷ്യരായി മാറുക, രക്ഷയുടെ അനുഭവത്തിലൂടെ കടന്നു പോവുക, മരണാനന്തരം സ്വർഗത്തിന് അർഹത നേടുക. ഇതിന് വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യം ഇന്നത്തെ അദ്യവായനയെ നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. എനിക്കറിയാവുന്ന, ഞാൻ കേട്ടിട്ടുണ്ട് ചില വ്യക്തികളെക്കുറിച്ച്. പള്ളിയിൽ പോവും, കുർബാനയ്ക്ക് പോവും, കുർബാന സ്വീകരിക്കത്തില്ല. പള്ളിയിൽ പോവും, കുർബാനയ്ക്ക് പോവും, കുമ്പസാരം നടത്തത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ള രീതിയിൽ അവർ അതിൽ നിന്നൊക്കെ മാറുന്നത് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവർ, ഇങ്ങനെയുള്ള ചില
പ്രവണതകൾ, അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ പ്രവർത്തിക്കുന്ന മറ്റൊരു ഗ്രൂപ്പുണ്ട്. ദൈവത്തെ ഭയങ്കര സ്നേഹം, പക്ഷേ മനുഷ്യരെ സ്നേഹിക്കത്തൊന്നുമില്ല. ദൈവത്തെ സ്നേഹിക്കും. ദൈവത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 100 നാവാം. പക്ഷേ വീട്ടിൽ ഏറ്റവും അടുത്ത അയൽവാസി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ളവരാണ്. ജീവിത പങ്കാളി, മാതാപിതാക്കൾ, മക്കൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി അവരുടെ ഈ സ്നേഹം ജീവിക്കുന്ന കാര്യത്തിൽ പരാജയപ്പെടും. പക്ഷേ ദൈവത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും ഒരുപാട് കാര്യങ്ങൾ ദൈവത്തോടുള്ള സ്നേഹം വർണ്ണിക്കാൻ വേണ്ടി അവർ വിവരിച്ച് പറയുകയും ചെയ്യും. നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലെന്ന്. ശരിക്കും നമ്മൾ സത്യസന്ധരാണെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. ആദ്യ വായനയിൽ യോഹന്നാൻ ശ്ലീഹ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും കാണപ്പെടുന്ന സഹോദരങ്ങളെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നീ വ്യാജം പറയുകയല്ലേ, നീ അസത്യത്തിൽ ജീവിക്കുകയല്ലേ. നിനക്ക് സത്യസന്ധമായ ഒരു ജീവിതം ഉണ്ടെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവർ പരസ്പരം സ്നേഹിക്കും, അയൽക്കാരെ സ്നേഹിക്കും. ഏറ്റവും അടുത്ത അയൽക്കാരെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ കൂടെ താമസിക്കുന്നവരാണ്. ഇനി അവരെ സ്നേഹിക്കാതെ ഞാൻ പുറത്തു പോയി പലരെയും സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും ദൈവത്തിനത് സ്വീകാര്യമാകത്തില്ല. നമ്മുടെ സഹോദരങ്ങളെ, കാണപ്പെടുന്ന സഹോദരങ്ങളെ, അവരെ നമുക്ക് സ്നേഹിക്കാനായിട്ട് സാധിക്കണം. ചിലരെ സംബന്ധിച്ചിടത്തോളം അവർ വീട്ടിൽ ദുരിതം അനുഭവിക്കുന്നവരുടെ കാര്യത്തിൽ ശ്രദ്ധയില്ല. ആഫ്രിക്കയിൽ ദുരിതം അനുഭവിക്കുന്നവരെക്കുറിച്ച് ഇഷ്ടംപോലെ വാതോരാതെ വേണേ സംസാരിക്കുകയും ചെയ്യും. ഇതെല്ലാം ഒരുതരം ഡ്യൂപ്ലിസിറ്റിയാണ് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കാൻ. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ മുമ്പിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ വചനത്തിൻ്റെ ചുരുൾ അഴിയണം. അതാ സങ്കീർത്തനം 119, ബൈബിളിലെ ഏറ്റവും വലിയ അധ്യായമാണ് സങ്കീർത്തനം 119. അതിൻ്റെ 130 വചനം എടുത്താൽ അവിടെ പറയപ്പെട്ടിരിക്കുന്നൊരു കാര്യമുണ്ട്. വചനത്തിൻ്റെ ചുരുൾ അഴിയുമ്പോൾ എളിയവർക്ക് പ്രകാശം ലഭിക്കുന്നു. വീണ്ടും നമ്മൾ കാണുകയാണ്, ഈ വചനം സ്വീകാര്യമാകുന്ന ആർക്കാണ്? സുവിശേഷം സ്വീകാര്യമാകുന്നത് ആർക്കാണ്? എളിയവർക്ക്, ദരിദ്രർക്ക്. അപ്പം ഞാൻ സമ്പത്ത് കൊണ്ട് എൻ്റെ മനസ്സ് നിറച്ചിരിക്കുകയാണെങ്കിൽ ബൈബിള് വായിച്ചാലും നമുക്കൊന്നും തിരിയണമെന്നില്ല. വചനം കേട്ടാലും നമുക്കതങ്ങോട്ട് ഈ ആസ്വാദ്യമാകണമെന്നില്ല. ആകണമെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ദരിദ്രരെ സ്നേഹിക്കാൻ നമുക്ക് പറ്റണം. ചെയ്യാവുന്ന സഹായങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ ബൈബിൾ വായിക്കുമ്പം അത് മനസ്സിലാവും. ചിലവർ ഞാൻ കേട്ടിട്ടുണ്ട്, നേരത്തെ പോലെയല്ല അച്ഛാ ഇപ്പം ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ. എന്നാ പറ്റിയേ? നേരത്തെ എനിക്ക് മനസ്സിലാകാതിരുന്ന കാര്യങ്ങളൊക്കെ ഈ ഹോളി ലാൻഡ് ടൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാകാൻ തുടങ്ങി. കാരണം അവിടെ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ വെളിച്ചത്തിൽ ബൈബിൾ വായിക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ എനിക്ക് കൂടുതൽ അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇതിനേക്കാൾ നമുക്ക് ആസ്വാദ്യമാകും നമ്മൾ ശരിക്കും ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമായി സഹോദരങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരായി മാറുമ്പോൾ. അങ്ങനെയുള്ളവർ ബൈബിൾ വായിച്ചാൽ ആ വചനം അവരുടെ ചങ്കിൽ പതിയുന്നത് കാണാൻ പറ്റും. ആ വചനം ജീവിക്കാനുള്ള ഒരു ഉത്സാഹം അവർക്കുണ്ടാകുന്നത് കാണാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് ഏറ്റെടുത്ത വചനം നമുക്ക് പ്രചരിപ്പിക്കാൻ പറ്റുക. അതുകൊണ്ട് നമ്മൾ വചനം കേൾക്കുമ്പോൾ ഒരു ലക്ഷ്യമുണ്ടാകണം, ആ വചനം എനിക്ക് അനുദിനം ജീവിക്കണം. അങ്ങനെ അനുദിനം ജീവിക്കുന്ന വചനങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ, ആ സുവിശേഷം എത്തിക്കാനുള്ള ഒരു അതിയായ ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ജനിക്കും. ഇതെല്ലാം ചെയ്യുമ്പോഴാണ് യഥാർത്ഥ ക്രിസ്ത്യാനികളായിട്ട് നമ്മൾ മാറുക, യഥാർത്ഥത്തിൽ നമ്മൾ സുവിശേഷം പ്രഘോഷിക്കുന്നവരായിട്ട് മാറുക. ഇതിന് നമുക്ക് ആഗ്രഹിക്കാം, തീരുമാനമെടുക്കാം. അതിനാവശ്യമായിട്ടുള്ളൊരു അഭിഷേകം, പ്രചോദനം നൽകി അനുഗ്രഹിക്കണമെന്ന് ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.